ഹലോ ഹായ് നമസ്കാരം. ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ്. വെള്ളപ്പൊക്കത്തിൽ ആളുകൾ ഇങ്ങനെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കേൾക്കാനും മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരും കേൾക്കാനുമായിട്ടാണ്, ഭാര്യയും മകളും അടക്കം അറിയാനായിട്ടാണ്. നിങ്ങൾ ഈ ഭാര്യനെ കട്ടും മോട്ടിച്ചും ഭാര്യനെയും മക്കളെയൊക്കെ കൊഴിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കണമല്ലോ. എന്നിട്ട് നിങ്ങൾ ഹെലികോപ്റ്റർ കറങ്ങി മൂരി ബിരിയാണി കഴിക്കാനായിട്ട് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കണേ. ഈ കേരളത്തിലെ ജനങ്ങൾ, മലയാളികളായിട്ടുള്ള അറിയുന്ന മനസാക്ഷി എന്ന് പറയുന്ന ജനങ്ങൾ, മനസാക്ഷി ഉള്ള ജനങ്ങളായിട്ടുള്ള ആരായിരുന്നാലും നിങ്ങളെ പ്രാക്ക് കൊണ്ട് നിങ്ങളെ കുടുംബത്തെ നശിപ്പിച്ചിരിക്കും. അത്രയ്ക്ക് വൃത്തികേടാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളൊരു ന്യായീകരണമുണ്ട്, വൃത്തികെട്ട കോൺഗ്രസ്സുകാരന്മാരും അവന്മാരും. സത്യം പറഞ്ഞാൽ ഈ കേരള സംസ്ഥാനം ഉണ്ടായതിൽ ഏറ്റവും വൃത്തികെട്ടതും സംസ്കാരശൂന്യനും അതേപോലെ മനസാക്ഷി കെട്ടവനുമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് വി.ഡി. സതീശൻ എന്ന് പറഞ്ഞാൽ ഈ പൂക്കി മുഖ്യമന്ത്രി മാത്രമായിരിക്കും. നിങ്ങൾക്ക് എന്തിനാണ്, നിങ്ങൾ ഭയങ്കര ദൈവവിശ്വാസിയാണ്. നിങ്ങൾക്ക് നോക്കിക്കോ, ഗരുഡ പുരാണം വഴിയുള്ള ശിക്ഷകൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ ഹിന്ദു വിശ്വാസി, അമ്പലം വിശ്വാസിയാക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഗരുഡ പുരാണത്തിൽ അമ്പി പറഞ്ഞതുപോലുള്ള അറിയണം, കുംഭീഭാഗം, കൃമിഭോജനം, അതേപോലെ നമ്മളെ ഗരുഡ പുരാണം അതിൽ പറയണമെന്നാണ് അന്ധകൂപം. ആളുകളെ പറ്റിച്ചും ആളുകളെ മനുഷ്യൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കുകയും ഒരു നാട് ഒരു കഷ്ടത്തിലായിരിക്കുമ്പോഴത്തേക്ക് അതിനെ സഹായിക്കുകയും ഒന്നും ചെയ്യാതെ ഹെലികോപ്റ്റർ എടുത്ത് ഇങ്ങനെ വാണം വിട്ടാണൊക്കെ നിങ്ങളിങ്ങനെ ഈ കറങ്ങി നടക്കണം. നിങ്ങളില്ലേ, നിങ്ങൾ ഈ സംസ്ഥാനം കണ്ടതിൽ ഏറ്റവും വൃത്തികെട്ട ഒരു മുഖ്യമന്ത്രിയാണ് നിങ്ങൾ. അത് ഒരിക്കലും പറയാതിരിക്കാൻ വയ്യ. ഇതുവരെ ഞാൻ പല കാര്യങ്ങൾക്കും പ്രതികരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ പ്രതികരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കേരളത്തിലെ ഒരു എന്താ പറയുക, നികുതിദായക എന്ന നിലയിൽ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയണതാണ്. നിങ്ങളെ കുടുംബത്തിനും ഈ കേരളത്തിലെ മനസാക്ഷിയും സഹായിക്കാൻ കെൽപ്പുള്ള, അതേപോലെ മനസാക്ഷിയുള്ള ജനങ്ങളായിട്ടുള്ള, കേരളത്തിലെ മാത്രമല്ല മനസാക്ഷിയുള്ള ഈ ലോകത്തിലുള്ള ജനങ്ങളുടെ മൊത്തം പ്രാഗം നിനക്കും നിൻ്റെ മോക്കും നിൻ്റെ ഭാര്യയ്ക്കും കിട്ടിയിരിക്കും. നിനക്ക് കേസെടുക്കാൻ പറ്റുമെങ്കിൽ കേസെടു. എൻ്റെ പേര് ഷീബ. തട്ടുകട നടത്തണം, കുറക്കട. അറിയാമോ? തട്ടുകട നടത്തണം, കുറക്കട. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചതിന് എല്ലാ സ്ഥലത്തും ഓടി നടന്ന് നിങ്ങൾ കേസെടുക്കണമല്ലോ. എൻ്റെ പേരിനെങ്കിലും കേസെടുത്തോ, എനിക്കതിൽ ഒരു വിഷയവും ഇല്ല. എൻ്റെ പേര് ഷീബ, ചരിവിള വീട്, കുറക്കട PO, കിഴിവിലം, ആറ്റിങ്ങൽ. പിൻകോഡ് കൂടെ പറഞ്ഞുതരാം, 695104. ഇതാണ് എൻ്റെ അഡ്രസ്സ്. എന്തെങ്കിലും മറുപടി പറയാനായിട്ടുണ്ടെങ്കിൽ, കേസെടുക്കാനായിട്ടുണ്ടെങ്കിലും ഇതാണ് എൻ്റെ അഡ്രസ്സ്. ഇത്രയും വൃത്തികെട്ട വി.ഡി. സതീശൻ എന്ന് പറയുന്ന മനുഷ്യൻ പല കാര്യങ്ങളിൽ നിന്നും പലരും പറഞ്ഞ് നമ്മൾ വാർത്തകളും അതും ഇതും എല്ലാം കേട്ടു. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് ഈ ഹെലികോപ്റ്റർ എടുത്ത് കറങ്ങണ നിനക്കൊക്കെ പോയി ചത്തൂടേടാ അലവലാതി. മുഖ്യമന്ത്രിയാണെന്ന്, മുഖ്യമന്ത്രി പന്നയെന്ന് വെച്ചാൽ പന്നയ്ക്ക് പന്നയാണ്. വെറുവാക്കലം കെട്ട മുഖ്യമന്ത്രി. ഈ കേരള സംസ്ഥാനത്തിന് ആദ്യമായിട്ട് കിട്ടിയ വെറുവാക്കലം കെട്ട മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ വെറുവാക്കലം കെട്ട മുഖ്യമന്ത്രി.